രാവിലെ പറ. അല്ല, മാഡം പറഞ്ഞത് കേട്ടപ്പോഴാണ് ഒരു കാര്യം. ഞാൻ ഇന്നലെയായിട്ട് നമ്മുടെ നാട്ടിലെ ചർച്ചകളോടൊപ്പം ഒന്ന് രണ്ട് ഇംഗ്ലീഷ് ചാനലിൽ ഇരുന്നിരുന്നു. അവിടെയും ബാക്കി റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്ന അഞ്ജുമാൻ മസ്ജിദ്, അവിടുത്തെ SM യാസീൻ എന്ന വ്യക്തി, അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതൻ തന്നെയാണ്. UP സുന്നി സെൻട്രൽ വഖഫ് ബോർഡിനോടക്കം അദ്ദേഹം കോണ്ടാക്ട് നടത്തുകയും അദ്ദേഹം എന്നിട്ട് അതിശക്തമായി പറയുകയും ചെയ്യും. പുള്ളിയുടെ വരികൾ ഇങ്ങനെയാണ്: ചില സെൽഫ് പ്രൊക്ലെയിംഡ് ആയിട്ടുള്ള മൗലവിമാരും ക്ലെറിക്കുമാരും വന്ന് ഈ പ്രയാഗ്രാജിലെ ലാൻഡ് അവരുടെയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത വരി പ്രസക്തമാണ്: ആയിരക്കണക്കിന് വർഷമായി മഹാകുംഭം ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങൾ വഖഫിന്റെ ആണെന്ന് പറയുന്നത് ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. അത് വഖഫ് ബോർഡിന് അങ്ങനെ യാതൊരു കാര്യവുമില്ല. ഇത്തരക്കാരെ നിങ്ങൾ യാതൊരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യരുതെന്ന് അവിടുത്തെ ഒരു പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ തന്നെ വന്ന് തെള്ളി പറഞ്ഞത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മളത് ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ്. അതായത് മനഃപൂർവ്വം ഒന്ന് ഉണ്ടാക്കുകയാണ്, പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്ന് അവിടുത്തെ അറിയപ്പെടുന്ന ഒരു മസ്ജിദിന്റെ വ്യക്തി ഇൻഫോർമേഷൻ ആയിട്ട് തന്നെ എടുത്തു. അപ്പൊ നാഷണൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ചില ആൾക്കാർ എന്താ പറയുക വരും. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ വിഷയം പോലും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അവിടെ ഇപ്പൊ നീ പോണവരെയൊക്കെ കളിയാക്കും. അത്രയും കുംഭമേള UPയുടെ അല്ലല്ലോ. കുംഭമേള എന്ന് പറഞ്ഞാൽ UP നടക്കുന്നു എന്നുള്ളത് അവരുടെ ഭാഗ്യം. കുംഭമേള UPയുടെ അല്ലല്ലോ, നമ്മുടെ നാടിന്റെ അല്ലേ, ഭാരതീയ പൈതൃകത്തിന്റെ അല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് വാർത്തയോ പ്രാധാന്യം ഒന്നും കൊടുക്കാത്തത്. ഞാൻ അതിന്റെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇപ്പം ഈ ഗിന്നസ് റെക്കോർഡ് നടന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഈ ദിയയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വലിയ സന്തോഷത്തോടെ വീഡിയോയും സാധനങ്ങളൊക്കെ അയച്ചു. ഞാൻ ഒന്ന് രണ്ട് പേർക്ക് ഇത് അയച്ചു. ഞാൻ വിചാരിച്ചു അവർക്കിത് വിഷ്വൽസ് എക്സ്ക്ലൂസീവ് കിട്ടുകയല്ലേ, അവർക്കിത് ഇടാൻ താല്പര്യം ഉണ്ടാവുന്നൊക്കെ. അതായത് അവിടെ നിന്ന് ലൈവായിട്ട് നമ്മുടെ പത്രക്കാരും ഇല്ല. അപ്പം ഞാൻ എന്റെ വീഡിയോയുടെ അടുത്ത് അത്യാവശ്യം നന്നായിട്ട്, അപ്പം ഞാൻ സാധാരണ ഭാഷ പറഞ്ഞ വാട്സപ്പിൽ തിരിച്ചൊരു റെസ്പോൺസ് പോലും ഇല്ലാതെ ഞാൻ വിചാരിച്ചു ഒരു ലോക റെക്കോർഡ് നടക്കുകയാണ്, അങ്ങനെ അപ്പം പോസിറ്റീവായി ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇത് ഈ UP വേറെ രാജ്യമൊന്നും അല്ലല്ലോ, UP നമ്മുടെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗം തന്നെയല്ലേ. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസം വരും, അതൊന്നും ആർക്കും എതിരഭിപ്രായമല്ല. പക്ഷെ ഒരു കോമൺ വിജയം നടക്കുമ്പോൾ, കോമൺ റെക്കോർഡ് നടക്കുമ്പോൾ നമ്മുടെ എല്ലാം ആണ് എന്നൊരു തിരിച്ചറിവ് വേണമല്ലോ. ഓക്കെ, അല്ല ശ്രീമതി നുസ്രത്ത് ജഹാൻ, അതാണ് ഞാൻ പറഞ്ഞത്. റിയലൈസേഷൻ ഉണ്ടാവുന്നു എന്നുള്ളത് വൈകിയാണെങ്കിലും ചിലർക്കൊക്കെ യാഥാർത്ഥ്യ ബോധം ഉണ്ടാവുന്നു എന്നുള്ളത്. ഇപ്പം രാഹുൽ പറഞ്ഞില്ലേ, ആ ഇസ്ലാം മതം കൃത്യമായി പറഞ്ഞു, അദ്ദേഹത്തിന്റെ നിരീക്ഷണം അല്ലെ, അത് വളരെ പ്രസക്തമാണ്. പക്ഷെ അതൊന്നും ഹൈലൈറ്റ് എന്നെ പോലെ സംഖ്യയാക്കോ, അത്രയേ ഉള്ളൂ. അതെ പറഞ്ഞ രാജ്യത്തിന് വേണ്ടി പറഞ്ഞ സംഖ്യ RSS, അത്രയേ ഉള്ളൂ. രാജ്യം ഉണ്ടായത് ഇപ്പൊ നിലനിൽക്കുന്നത് RSS സംഖ്യയൊക്കെ ഉണ്ടായതുകൊണ്ടാണെന്നുള്ളത് നമ്മള് ഈ രാജ്യം നടന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുക. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല. 10 കൊല്ലം മുമ്പ് മോദിജി വന്നിട്ട് യോഗിയൊന്നും വന്നിട്ടില്ലെങ്കിലേ. അതുകൊണ്ടാണല്ലോ ഇവർക്ക് ഈ UPന് എത്ര വലിയ ബുദ്ധിമുട്ട്. UP യോഗി ആദിത്യനാഥ് വരുന്നവരെ ആരെ കയ്യിലായിരുന്നു? ഇവരെ കയ്യിലല്ലേ. അപ്പൊ ആ UPയിലുള്ള ജനങ്ങൾക്കൊന്നും ഒന്നും ഇല്ലാതെ ഇപ്പൊ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് ഒരു മാസം കൊണ്ട് 10 ലക്ഷത്തിന്റെ മേലെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുക, ഇങ്ങനെയൊക്കെ കുറെ ബെനിഫിറ്റ് ഉണ്ട്. ഗവൺമെന്റിന് അതിന്റെ 3 ഇരട്ടി വരുമാനം ഗവൺമെന്റിന് വരിക. ഇതൊക്കെ ആർക്കാ യൂസ് ചെയ്യണേ? വിദ്യാഭ്യാസത്തിന്. UPയിലെ ആൾക്കാരൊക്കെ പഠിക്കാനും സ്കൂളിൽ പോകുമ്പോ തുടങ്ങിയെന്ന് പറയണം അവരോട്. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇതാണല്ലോ, ഇവിടെ ഇതാണല്ലോ. ആദ്യം കേരളത്തിൽ നിന്ന് നിങ്ങളൊരു ടൂർ ഏർപ്പാടാക്കും ഇവർക്കൊക്കെ വേണ്ടി, അപ്പോഴേ ശരിയാവുള്ളൂ. അല്ല, ചില IAS ഉദ്യോഗസ്ഥരൊക്കെ പോയിരുന്നു കേട്ടോ UPയിലെ വികസനത്തെ കുറിച്ച് പഠിക്കാൻ. അതാ ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഹലോ, UPയുടെ വികസനത്തെ കുറിച്ച് പഠിക്കാൻ കേരളത്തിൽ നിന്ന് ചില IAS ഉദ്യോഗസ്ഥരൊക്കെ പോയിരുന്നു. അപ്പൊ ഞാൻ പറയുന്ന അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്, ദൃശ്യമാണ്. അയ്യോ, UP കണ്ടാലല്ലേ ഏത് ഭാഗത്ത് പോയാലും നമ്മൾ എവിടെയാ ഇരിക്കുന്നത്? 10 മണിക്കൂറൊന്നും കാറിൽ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല. ഇതുപോലെ തന്നെ ഈ കച്ചവടക്കാര്, അവർക്ക് വേണ്ടത് അവർക്ക് കിട്ടുന്നുണ്ട്. അവര് എല്ലാം നീറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് നല്ല ഭക്ഷണം എല്ലാം. പിന്നെ ഈ പോകുന്ന ആൾക്കാർക്ക്, പിന്നെ ഇവിടെ ഈ കുംഭമേളയിൽ എത്തുന്നവർക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുന്നത് ഫ്രീയാ. അവിടെ ഒരാൾക്ക് പൈസ. ലോകത്ത് അന്നം കൊടുക്കുന്നവനാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അതാണ് ഏറ്റവും പുണ്യം എന്ന് പഠിപ്പിച്ചോ നമ്മളെ സംസ്കാരം. ഇവരൊന്നും പഠിപ്പിക്കുന്നതിന് മുമ്പേ ഇതിവിടെ എഴുതി. അന്നം കൊടുക്കുന്ന കൈകളാണ് നമ്മൾ. മഹാദാനം, അന്നദാനം, മഹാദാനം. മാധ്യമരംഗത്തെ അങ്ങടക്കം നിൽക്കുന്ന അൽജിയല്ല, ജന TV അല്ല, പക്ഷെ മാധ്യമരംഗത്തും കൂടി ഒരു വിമർശനം പറയാൻ അനുവദിക്കണം. അതായത് ഇന്ന് വിവേകാനന്ദന്റെ ജന്മദിനമാണ്.
ജനൻ ടി വിയിൽ അടക്കം കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഒരു പ്രമുഖ മാധ്യമങ്ങളുടെയും വെബ്സൈറ്റിൽ പോലും ഒരുപാട് പേര് ഇത് ആഘോഷിച്ചല്ലോ, അതൊരു വാർത്തയായി പോലും കൊടുത്തില്ല. അതായത് യു പി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും അതിന് രാഷ്ട്രീയമുണ്ട്, ഇപ്പം കോൺഗ്രസ് BJP CPM ഒക്കെ ഉണ്ടെന്ന്. വിവേകാനന്ദ സ്വാമി എല്ലാവർക്കും സ്വീകാരനാണല്ലോ, ഇടതിനോ വലതിനോ കോൺഗ്രസ് BJP CPM ഭേദമില്ലല്ലോ. അത് കാര്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് വിവേകാനന്ദ സ്വാമി. വിവേകാനന്ദ സ്വാമിയുടെ ജന്മദിനം ഇന്നായിട്ട് ഇത്രയും പ്രാധാന്യമുള്ള വ്യക്തിയായിട്ട്, നമ്മുടെ ജാതീയത അടക്കം അതിജീവിക്കാൻ നമ്മളെ സഹായിച്ച ഒരു വ്യക്തിയായിട്ട്, ഏറ്റവും വലിയ മതസമന്വയവാദിയായിട്ട്, സൗഹാർദ്ദവാദിയായിട്ട് പ്രമുഖമായ ഒരുമാതിരി എല്ലാ വെബ്സൈറ്റും എടുത്തു നോക്കി. എവിടെങ്കിലും ഒരു വിവേകാനന്ദ ജയന്തി ആഘോഷിച്ചു? അത് വരൂല. കാരണം മോദി അവിടെ പോയി ധ്യാനം ഇരുന്നോടുകൂടി വിവേകാനന്ദ സ്വാമി RSS ആയില്ലേ.